ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നമ്മുടെ വീടിനടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ട് ഘോഷയാത്രയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സന്ധ്യ ആയപ്പോഴേക്കും വിളക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ട് നമ്മളും റെഡി ആയിട്ട് ഘോഷയാത്ര വരുന്ന കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദൂരേന്ന് ചെറിയൊരു കൊട്ട് കേട്ട് തുടങ്ങിയപ്പോഴേക്കും ഞാൻ വിളക്കിലെ തിരികളെല്ലാം കത്തിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് മൺചിരാതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ കുറച്ച് ഡെക്കറേഷനൊക്കെ കൂടുതലാക്കിയിട്ടുണ്ട്, കാരണം കഴിഞ്ഞ വർഷം വരെയും അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്തവണ ഞാനും വന്നിട്ടുണ്ട്, പിന്നെ കുട്ടികളും ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ അത് ഏറ്റെടുത്തിട്ട് കുറച്ച് ഗ്രാൻഡായിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ കുറച്ച് ഫ്ലോട്ടുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഇങ്ങനെ ഫ്ലോട്ടുകളിലാണെങ്കിൽ പുരാണ കഥകളുടെ ചെറിയ ചെറിയ ബിറ്റുകൾ അവർ അവതരിപ്പിക്കുക, അങ്ങനെ കുറേ അധികം ഫ്ലോട്ടുകളുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതാണെങ്കിൽ ശിവന്, പാർവതി, സുബ്രഹ്മണ്യൻ, ഗണപതി ഒക്കെ ആയിട്ടുള്ള ഒരു കഥയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൃഷ്ണൻ്റെയും രാധയുടെയും ഒരു ഫ്ലോട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ അധികം ഫ്ലോട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴേക്കും ആളുകളൊക്കെ റോഡ് സൈഡിലേക്ക് വരും. അപ്പോൾ ആദ്യത്തെ ചെറിയൊരു ചെണ്ടമേളക്കാർ പോയി. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് കലാരൂപങ്ങളുണ്ടായിരുന്നു കേട്ടോ. തെയ്യം അങ്ങനെയുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം എല്ലാം ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇത് പടയണിയാണെന്ന് തോന്നുന്നു. അതിന് ശേഷം പിന്നെ വന്നിട്ടുള്ളത് തെയ്യക്കോലങ്ങളാണ്. അപ്പം ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അധികം ഇല്ലല്ലോ. വടക്കൻ കേരളത്തിലോട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും എന്ത് തെയ്യമാണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ വിളക്ക് വെച്ചിട്ടുള്ളിടത്തെല്ലാം അവർ നമ്മൾ തൊഴുതിട്ട് നമ്മളെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് കേട്ടോ. അപ്പോൾ റോഡിൻ്റെ ആ സൈഡിലൊക്കെ മിക്ക വീടുകളിലും വിളക്കുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും അവരിങ്ങനെ തൊഴുത അനുഗ്രഹം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് വലിയ ഒരു ചെണ്ടമേള, അതായത് പിള്ളേർ സെറ്റിൻ്റെ ആയിരുന്നു. അപ്പോൾ അവർ തുള്ളലും മേളവും എല്ലാം കൂടെ ഒന്നിച്ചാണ്. കുറേ അധികം സമയം ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മളിത് ക്യാമറ എടുത്ത് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മോൻ ക്ലിപ്പ് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് എടുത്തത്. അത് വീഡിയോ ആയിപ്പോയി. അങ്ങനെ ഞങ്ങൾ അവനെ കളിയാക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത കളർഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോട്ടാണ് കേട്ടോ വന്നത്. ശിവനും ഭൂതഗണങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു കഥയായിരുന്നു. കഥ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ആർക്കോ ശാപം കൊടുക്കുന്നതും പിന്നീട് ശാപമോഷം കൊടുക്കുന്നതും അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. ഭസ്മമിടലും അഗ്നിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ള ചെറിയ ചെറിയ കളികളായിട്ടുള്ള കലാരൂപങ്ങൾ, ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ തുമ്പിതുള്ളൽ പോലെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ണിന് കുളിർമ, അതായത് നല്ല കളർഫുള്ളായിട്ടുള്ള കുറച്ച് കലാരൂപങ്ങളാണ്. ഇതൊക്കെ നമുക്ക് കാണാൻ രസമുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഇത് വെച്ച് കെട്ടിയിട്ടേ ഒരുപാട് വെയിറ്റൊക്കെ കാണും, കാരണം ഗ്ലാസ് കൊണ്ടുള്ള സംഭവമൊക്കെയാണ്. അപ്പോൾ അവർ 5:30 അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അവസാനമായിട്ടാണ് ഘോഷയാത്ര വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ പറയെടുപ്പുണ്ടായിരുന്നു. ആനയില്ല കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ നിന്ന് പറ നെല്ലൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മളത് പേരും നാളും കൊടുക്കുമ്പോൾ നമ്മളെ കൊണ്ട് അത് ഇടിയിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ പ്രസാദം തരും. അപ്പം ഭഗവാന്റെ തിടമ്പ് എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഈ വാഹനമാണ് ഏറ്റവും ലാസ്റ്റ്, ഘോഷയാത്രയുടെ ലാസ്റ്റാണ് കേട്ടോ ഇത് വരുന്നത്. അങ്ങനെ നമ്മൾ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു, പ്രസാദമൊക്കെ കിട്ടി, അവരെല്ലാം അങ്ങ് പോയി. ഇനി നമ്മൾ സാധനങ്ങളെല്ലാം തിരിച്ചെടുത്ത് വീട്ടിൽ വെക്കണമല്ലോ, അതാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ ഈ ചെറിയ ഘോഷയാത്രയും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ.